അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ബസ് കയറുകയാണ്. വിശേഷങ്ങളൊക്കെ ഞാനേ ഈ ചോറും മീനും കിട്ടുന്ന സ്ഥലം സ്പോട്ടാണ് എവിടെ ഉണ്ട്? പുതിയതായിട്ട് തായപ്പാലം റെയിൽവേൻ്റെ ഇടയിലായിട്ട് ഒരു കട വന്നിട്ടുണ്ട്. ചോറും മീനും അവിടെ നിന്ന് പോയി അടിപൊളിയാണ്. അപ്പൊ ഈ ബസ്സൊക്കെ അതിനെ പോവാ? അപ്പൊ അവിടെ നിന്ന് പോയോക്കല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് പോയോക്കട്ടെ. തോടിൻ്റെ പക്കത്തിലൂടെ നടക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ടുള്ള ഒരു വീഡിയോ പറ്റുമെന്ന് ചെയ്യാച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ മീൻ സദ്യ കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കല്ലേ. നമുക്ക് അവരെ പാർക്കിങ് ഇവിടെ ഉണ്ടാ താഴെപ്പാലം ഇങ്ങനെ ഇറങ്ങി എന്നാൽ പാർക്കിങ് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതി. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ അവിടെ തോന്നുന്നു. ഇവിടെ കഴിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇതാണ് സ്ഥലം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അക്കര അങ്ങനെ മസാല പറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓർഡർ പ്രകാരം നമ്മൾ ഇങ്ങനെ തവ ചെയ്ത് കൊടുക്കുകയാണ്. ചേച്ചിമാരിങ്ങനെ തവ ചെയ്യുന്നുണ്ട്. ഇത് അയിലയാണ്. ഇത് നമ്മളെ ഇതെന്താണ്? ചൂര. മീൻകറി, സാമ്പാർ. ഓക്കെ, ഇത് ചീരപ്പേരി. സ്വീറ്റാണ്, സ്വീറ്റാണ് അല്ലേ? ഓക്കെ ഓക്കെ. അറിയോ ഫുഡൊക്കെ കഴിച്ച് പോവാ തോന്നുന്നു. അതെ, പുഴയുടെ മീൻ സദ്യ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഓ അടിപൊളി. ഇന്ന് എന്താണ് ഫ്രൈ കഴിച്ചേ? ചെമ്മീൻ റോസ്റ്റ് കഴിച്ച്, അയക്കൂറ കഴിച്ച്. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് ഒക്കെ? ഫീഡ്ബാക്ക് ഒന്നും പറയാം, ഉഷാറാണ്. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അവരെ സീറ്റൊക്കെ വലിയ ഓർഗനൈസ്ഡ് ആണ്. സ്വീറ്റ് എന്ന ഒരു പുതിയ ഐറ്റംസ് ആണ്. കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ അതല്ല പുഴയോരത്താണ്, നല്ല ആംബിയൻസ് ആണ്. ഓക്കെ, എവിടുന്ന് പറഞ്ഞേ? എത്തനത്താണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതാണ് നമ്മളെ കേഷ്യർ ഇട്ട ഇന്നത്തെ കേഷ്യറാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ സംരംഭം തുടങ്ങിയിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ളാണ്. പുറത്ത് ആൾക്കാരിങ്ങനെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പൂത്തോണിയെത്തിയില്ല, പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല. എന്നെങ്ങനെ ഫുഡൊക്കെ അടിപൊളിയല്ലേ? അടിപൊളിയാ. എന്താ കുട്ടി തിരക്ക് വിട്ടുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, ജനങ്ങൾ കുറേ ആൾക്കാർ കസ്റ്റമേഴ്സൊക്കെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഇവിടെ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചില്ല, എന്നാലും ഞാൻ പറയാണ്. ഈ സ്പോട്ട് വരുന്നത് താഴെപ്പാലം കൊണ്ട് ഇറങ്ങിയിട്ട് പുഴയോരത്ത് കൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ ഇതാണ് മീൻ സദ്യ. പുഴയോരം മീൻ സദ്യ എന്നുള്ളൊരു ഇതാണ് സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അകത്ത് അങ്ങനെ കയറാൻ പറ്റിയിട്ടില്ല. നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്.
ഇവിടെ കുറേ കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുകയാണ്, ഞാനും കാത്തു നിൽക്കുകയാണ്. പറ്റിയെങ്കിൽ അകത്ത് കയറണം. ആദ്യം ഒന്ന് കയറി, പിന്നെ കയറാൻ പറ്റിയില്ല. ഇതാണ് ഇതിൻ്റെ അകത്തെ തിരക്ക്. അത് ബസ് സ്റ്റാൻഡിലേക്കാണ്ട് പോണ സ്ഥലമാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ താഴെപ്പാലത്തു നിന്ന് വരുന്ന റോഡാണ്. അപ്പോൾ സുഹൃത്തുക്കളെ അപാര തിരക്കാണ്. 3 അല്ല 10-15 പേരുണ്ട്. ഇവരൊക്കെ ഇതിൽ പെട്ടതാണ്. ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിക്കുകയാണ്. എനിക്ക് പുഴയോരം മീൻ സദ്യ. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എവിടുന്നാ വരുന്നത്? പച്ചാട്ടിരി. ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? അപ്പൊ നിങ്ങളെ അടുത്ത് തന്നെയാണ് ഈ ചോറും മീനും വന്നിരിക്കുന്നല്ലേ? അപ്പൊ ഞാനിപ്പോ പൊന്നാനിന്ന് ഇങ്ങോട്ട് വന്നതാണ് ചോറ് നിങ്ങളെ നാട്ടിലേക്ക്. ചോറും മീൻ എങ്ങനെയുണ്ട്? അടിപൊളി സദ്യ. അടിപൊളി സദ്യയാണ്. മീൻകറി സൂപ്പറാണ്. പിന്നെ വേറെ എന്തോ ഒരു സംഭവം സ്പെഷ്യൽ ഉണ്ട്. ഒരു സ്വീറ്റ്സ് ഇല്ലേ? ഒരു സ്വീറ്റ്സ് പൈനാപ്പിൾ ഒരു സ്വീറ്റ്സ് ഉണ്ട്. അത് ശരി. മസ്റ്റ് ട്രൈ അല്ലേ? അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എന്താ ഫ്രൈ ഒക്കെ കഴിച്ചേ? ആവോലിയാണോ? ആവോലി അയക്കറ. നിങ്ങളെന്താ ഫ്രൈ ചെയ്ത്? അയക്കറ. നിങ്ങളൊക്കെ ചെമ്മീന്. നിങ്ങളൊക്കെ ചെമ്മീൻ അല്ലേ? അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾവേസ് മുത്തു ബ്ലോഗ്. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യണം, അത് ഓൾവേസ് മുത്തു. ഓക്കെ, താങ്ക് യു. അല്ലേ പുല്ലൂര് അതെവിടെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. നമ്മളിപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ? പിന്നെ എന്താണ് ഫ്രൈ ഒക്കെ? നിങ്ങൾ തവ ഫ്രൈ എന്താണ്? കേരയാണോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മസാല ഒക്കെ അടിപൊളിയല്ലേ? എങ്ങനെ തൊട്ടുകറികളൊക്കെ? പായസം, സ്വീറ്റ്സ്. ഇതൊരു 2 സ്പെഷ്യലാണല്ലേ? നിങ്ങളെ എന്താ പേര്? എവിടുന്ന് വരുന്നത്? അപ്പം എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? അടിപൊളിയായി. തവ ഫ്രൈ ഒക്കെ എങ്ങനെയുണ്ട്? മീൻ ഫ്രൈ സൂപ്പറാണല്ലേ? ഓക്കെ, നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാ മറക്കല്ലേ, ഓൾവേസ് മുത്തു ബ്ലോഗ്. ഓക്കെ, താങ്ക് യു. നല്ല തിരക്കാണ്. അപ്പോൾ അത് കാരണം അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊരു നമ്മൾ ഭക്ഷണത്തിലേക്ക് കൊടുക്കുന്ന ഒരു സ്വീറ്റ്സാണ്. 2 സ്വീറ്റ്സ് തന്നെയാണ്. ഇതൊരു പായസം, നല്ല അരിപ്പായസം ആയിട്ടൊരു ചെറിയൊരു സംഭവമാണ്. അതും ഇലയിൽ വെച്ചെടുക്കും. അവർ ഈ സ്വീറ്റ്സും വെച്ചെടുക്കും. അപ്പോൾ ഞാനേക്ക് ഭക്ഷണം കഴിക്കാൻ ഇതുവരെ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി കഴിക്കുകയാണ്. സ്പെഷ്യൽ ഇല്ലാത്തൊരു സംഭവമാണ്, സ്വീറ്റ്സാണ്. ഇനി വേണമെങ്കിൽ ആവാലോ അല്ലേ? ഭക്ഷണമൊക്കെ അടിപൊളിയല്ലേ? മീൻ സദ്യ അടിപൊളിയായി. അടുത്താണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, തിരക്കൊന്നും ഇതുവരെ ഒഴിവായിട്ടില്ല. ഭയങ്കര തിരക്കാണ്. എനിക്ക് സുഹൃത്തുക്കളെ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണ്ട. തിരക്കൊക്കെ കഴിഞ്ഞ് ഏകദേശമായി. ഇന്നാലും തിരക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനൊരു അയിലയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ മീൻ സദ്യയിലത്തെ അയില കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ പോവാണ്. അപ്പോൾ വെച്ചതിന് ശേഷം ഞാൻ താഴെപ്പാലത്തിൻ്റെ ഒന്ന് കുറച്ച് നടന്നു വന്നാൽ മതി. റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്താണ്. പുഴയരികിലൂടെ നടന്നു വരിക. മീൻ സദ്യ വള്ള ഭക്ഷണിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. താങ്ക് യു, ഓൾവേസ് മുത്തു ബ്ലോഗ്. നമ്മൾ അയിലാണ് കഴിച്ചത്. പിന്നെ അതുപോലെ തന്നെ അയക്കറ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറയാനുള്ളത്, എടുത്ത് പറയാനുള്ളത്, നമ്മളൊരു പായസം ഉണ്ട്. പായസത്തിന് വേറൊരു ഇത് തരുന്നുണ്ട്. പിന്നെ ഇത് സ്വീറ്റ്സാണ്. ഇത് നമ്മൾ എവിടെയും കാണാത്ത ഈ 2 സാധനം എവിടെയും കാണുന്നില്ല. ഇതൊക്കെ തന്നെ കാണാറുണ്ട്. അപ്പോൾ അതും കൂടിയാണ് എനിക്ക് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ, താഴെപ്പാലം ഭാഗത്താണ്. ചക്കരുണ്ട്, പിന്നെ ആവോലി ഉണ്ട്, കൂരുണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. അത് ഓർഡർ പ്രകാരം നമുക്ക് കൊടുക്കും. സദ്യ അയിലത്തെല്ലാം ഒന്ന് കടിച്ചു നോക്കാം. ഇലത്തല അളിയനക്കും പറ്റുന്ന പറഞ്ഞത് അല്ലേ? ഏട്ടത്തലല്ലേ?
എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ അടിപൊളിയല്ലേ സാറാ അപ്പം നമ്മളൊരു ചങ്കാണ് ഇതിട്ടാ ഇവിടെ ഒന്ന് പരിചയപ്പെട്ടാണ്. ഓക്കെ എന്തായാലും നിങ്ങളെ ഹോട്ടലിൻ്റെ ഒരു ദിവസം വരാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ തിരക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മളിവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ബസ് കയറാൻ പോവാണ്. പോയിട്ട് ബസ് കയറാനുണ്ട്. ഇനി ബസ് സ്റ്റാൻഡിലേക്ക് പോവാൻ നേരം കുറേ ദൂരം നടക്കാൻ തോന്നുന്നു. നമ്മളെ വീഡിയോ ഒന്ന് കാണാട്ടാ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലുണ്ട്, അതുപോലെ ഫേസ്ബുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും കാണണം. ഓക്കെ ഓക്കെ.